Welcome back. The 2026 poll Mahabharat is almost upon us. With 4 states, one massive verdict and stakes higher than ever before. From high voltage battles to shifting political equations, Times Now brings you the most extensive ground coverage with our biggest team of reporters tracking every move, every mood and every mandate. This is the Election Premier League where every vote counts and every constituency tells a story. And from the political fortress of Kerala's ruling party to the streets that shape the Chief Minister himself, Arpita Ajaykumar gets you the voter pulse from ground zero in Kannur. Center, I am standing here in Pinnarai, which is a small village in Kannur district. In the recent time, it has gained a lot of political significance. Well, it is politically significant because this is the hometown of Chief Minister Pinnarai Vijayan. Well, with election round the corner, I will be getting you the voter pulse from the Chief Minister's hometown itself. While I'm here in Pinnarai, I'm going to talk to few people here from CM's place itself. Few auto drivers. I'm being joined by election ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇവിടെ CMന്റെ നാട്ടുകാരാ. എന്താ പറയാനുള്ളത്? നമ്മൾ CM വീണ്ടും അധികാരത്തിൽ വരണമെന്ന് പറയുന്നതാണ്. ഇവിടെ ചെയ്ത വികസനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വികസനങ്ങളും എല്ലാം കാണുന്നുണ്ടല്ലോ, ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CM തന്നെ ഇത് വീണ്ടും തിരിച്ചു വരണം. പക്ഷേ വലിയൊരു പ്രോബ്ലം കോൺഗ്രസും BJPയും പറയുന്നത് ശബരിമല ഇഷ്യൂ. നിങ്ങൾ തോന്നുന്നുണ്ടോ അത് എങ്ങനെയെങ്കിലും ഈ ഇലക്ഷനിൽ അതൊരു വലിയൊരു ഫാക്ടർ ആയിരിക്കും? അങ്ങനെയൊന്നും വരേണ്ട സാധ്യതയില്ല. വരുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം തന്നെ വരും. പിന്നെ ശബരിമലേൻ്റെത് അതാണ് പ്രശ്നം നടക്കുന്നുണ്ടല്ലോ, അതങ്ങനെ നടക്കട്ടെ, അതിൽ വേറൊന്നും പറയാനില്ല. പക്ഷേ CPM പാർട്ടിയിൽ തന്നെ പത്മകുമാർ ആവട്ടെ ജയിലിലാണ്. ആൻഡ് CPMന്റെ വലിയൊരു റോൾ ഉണ്ടെന്നാണ് BJPയും കോൺഗ്രസും പറയുന്നത്. അപ്പൊ അതിൽ എന്താ തോന്നുന്നത്? BJP ഉണ്ട്, കോൺഗ്രസും ഉണ്ടല്ലോ. അതെന്താ പ്രയാർ ഗോപാലകൃഷ്ണനിലല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റീന് ആടെ കയറ്റീന്? 2013 ഇയാളെ ഒഴിവാക്കിയിട്ട് ആദ്യം 14 കയറ്റിയാരാ? നേരത്തെ LDF എല്ലാവരും ഭരിക്കുന്നത്. പിന്നെ ദേവസ്വം ബോർഡും UDFന്റെ അടുക്കല്ലേ. അപ്പൊ പിന്നെ അതിലെന്താ ഇതുള്ള ഇത് രാഷ്ട്രീയ അജണ്ട. പാർട്ടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പത്മകുമാറിന്റെ അടുക്ക തെറ്റുണ്ടെങ്കിൽ അയാൾ പാർട്ടിയിൽ ഉണ്ടാവില്ല. കോൺഗ്രസിന് പറയാൻ കഴിയോ? കോൺഗ്രസ് അജയ് തറയിലിനെ ഇന്ന് ന്യായീകരിക്കല്ലേ ഇന്ന്. പക്ഷേ പത്മകുമാർ അറസ്റ്റ് ആയിട്ട് ഇപ്പോഴും ആള് CPMന്റെ ലീഡറായിട്ട് കണ്ടിന്യൂ ചെയ്യും. അല്ല, ഇതിന് ഞാൻ ഇന്ന് ചോദിക്കാം, ഒരാളെ ഒരു കുറ്റാരോപണം വന്നു കഴിഞ്ഞാൽ അപ്പട് ഈ ഇങ്ങനെ കുറ്റാരോപണം വന്നിട്ട് ഇയാളെ പുറത്താക്കിയാൽ പറയോ അതുള്ള ഞാന്ന് എതിരാളികൾ പ്രചരിപ്പിക്കും. ആ പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട്, പാർട്ടി പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു മൂന്നാം ഘട്ടവും പിന്നെയും തീർച്ചയായും വരും. നിങ്ങൾ ഇവിടുത്തെ വികസനം തന്നെ നോക്കിയാൽ മതി. ഇവര് പറയുന്ന ഇപ്പൊ ആസ്പത്രിന്റെ പ്രശ്നം, പിന്നെ UDF ഉള്ളേർത്ത് ആസ്പത്രിയിൽ മരുന്നില്ലേ, ഇന്ന് ഇവിടെ ഹെൽത്ത് സെന്റർ പോയാൽ മതി. വർക്ക് ചെയ്യുന്നത് 24 മണിക്കൂർ. അതിൽ വേറെ ഒന്നും പറയണ്ട, എല്ലാം ഉണ്ടല്ലോ, വികസനം ഉണ്ടല്ലോ. വിദ്യാഭ്യാസ ഹബ്ബ് ഇവിടെ കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ അറിയാലോ. വിദ്യാഭ്യാസ ഹബ്ബ് ഉണ്ട്. ഇവിടെ ഒരു പ്ലാനറ്റോറിയം വരികാൻ പോകുകയെന്ന് അതിന്റെ സ്ഥലം എടുത്ത് പിണറായി അത് CMന്റെ സ്ഥലത്ത് നല്ല വികസിതമുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് CMന്റെ സ്ഥലത്ത് മാത്രമൊന്നുമില്ല, കേരളത്തിൽ മൊത്തം വികസനം. ഏത് മണ്ഡലത്തിലാണ് വികസനം ഇല്ലാത്തത്? റോഡ്, പാലം, പിന്നെ ഈ പഞ്ചായത്തിന് തന്നെ എത്രയാ പാലം എന്നറിയും. പിന്നെ വിദ്യാഭ്യാസ മേഖല ഇവിടുത്തെ AKG ഹൈസ്കൂളെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ പണ്ടില്ല ഈ പഠിച്ചവർ പറയുന്നത് ഒന്നും കൂടി അവിടെ പഠിക്കണ ചാൻസ് കിട്ടണേന്നാ പറഞ്ഞു. Well, that seems to be their idea. They are saying they're very confident that their own leader, that is
Chief Minister Pinarayi Vijayan will again come to power in the third time. Well, that needs to be seen what happens in the upcoming assembly elections. The sentiment here is largely steady and the confidence is visible. In a state like Kerala, where power moves like a pendulum from LDF to UDF, in 2021, Chief Minister Pinarayi Vijayan and the LDF and the CPM party-led LDF made historic victory by coming again to power in the state. While Pinarayi Vijayan is eyeing the third term, Congress, on the other hand, is saying they will win with more than 100 seats. Now it remains to be seen what happens in the upcoming assembly election. Well, because both the sides, be it the UDF or LDF, have so many issues that people are talking about. So with elections just round the corner, we need to see which party makes it to power. Well, in Kerala, there's no place to discuss politics. There's no particular place to discuss politics. We can discuss politics in a tea shop, in a dining table, or anywhere, any round the corner. Now, talking about politics, elections അടുത്ത് ഇരിക്കുകയാണ്. നിങ്ങളുടെ എന്താണ് ഒരു ഇത്, നിങ്ങൾ ഇവിടുത്തെ ഒരു കോമൺ മാൻ എന്നുള്ളൊരു സ്ഥിതിക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, ആരാണ് വരാൻ? എൻ്റെ അഭിപ്രായത്തിൽ ആരെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരാൾ ഭരിക്കുകയാണെങ്കിൽ നല്ലത്. സാധാരണ ജനങ്ങളും മറ്റുള്ളവരെയും മനസ്സിലാക്കിയിട്ട് നല്ലൊരു ഭരണം കാഴ്ചവെച്ചാൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. വേറെ എനിക്ക് പ്രത്യേകം ഒന്നും പറയാനില്ല. ഏത് മനസ്സിലായ ജനങ്ങളെ കണ്ടറിഞ്ഞിട്ടൊരു മന്ത്രി ആര് ഭരിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ജനങ്ങളെ കണ്ടറിഞ്ഞ് നടക്കുന്ന ഒരു സർക്കാർ എന്നാണ് ആള് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഉള്ള സർക്കാർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെ ഇപ്പോഴുള്ള സർക്കാരിനെ നിലനിർത്തണം കേരളത്തിൽ? ജനം കണ്ടറിഞ്ഞുകൊണ്ട് നടക്കുന്ന സർക്കാർ അത് തന്നെയല്ലേ ഇടതുപക്ഷത്തിന്റെ സർക്കാർ. അവരെന്നെ നിലവിലുള്ള ഭരണം വരണം, അവരെ വേണം. അപ്പൊ ഇപ്പോഴത്തെ സർക്കാർ ഇവിടുത്തെ ആൾക്കാർക്ക് എല്ലാം ചെയ്യുന്നുണ്ട്, കേരളത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടെന്നാണ്. ഇപ്പോഴത്തെ സർക്കാരിനില്ലല്ലോ ഇവിടെ കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഇലക്ഷന്റെ മുന്നേ ആയിട്ട് കുറെ പ്രശ്നങ്ങള് CPM ഗവൺമെന്റ് കുറെ പ്രശ്നങ്ങള് പ്രതിപക്ഷം ആവട്ടെ BJP ആവട്ടെ പറയുന്നുണ്ട്. അതിലെന്താ പറയാനുള്ളത്? അത് വെറും ഇത് പറയുന്ന അതൊന്നും ഇല്ലാച്ചാന്ന്. CPM തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് അവർ പലതും പറയുന്നത്. ഇപ്പോഴത്തെ ഇലക്ഷനില് ഒരു മെയിൻ പ്രശ്നം നിങ്ങൾക്ക് ആസ് എ പബ്ലിക് നിങ്ങൾ എന്ത് നോക്കിയിട്ടായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത്? ഞാനത് പ്രത്യേകിച്ച് പറയുന്നില്ല. എൻ്റെ വ്യക്തിപരമായൊരു രാഷ്ട്രീയം എനിക്കുണ്ട്. പക്ഷേ എന്നെ ആര് ചെയ്താലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ, നല്ലൊരു മന്ത്രി ആവണം, നല്ല സാധാരണക്കാരെ മനസ്സിലാക്കി ഭരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് വേണം. ഏത് മനസ്സിലായി? അതേ എനിക്ക് പറയാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് പറയാല്ല. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എന്ത് നോക്കിയിട്ടായിരിക്കും വോട്ട് ചെയ്യുക? എന്തെങ്കിലും ഒരു ടോപ്പിക്, അത് ഗവൺമെന്റ് നന്നായി ചെയ്തിരിക്കട്ടെ അതോ പ്രതിപക്ഷം ചെയ്യാത്തതാവട്ടെ, എന്ത് നോക്കിയിട്ടായിരിക്കും നിങ്ങൾ? ഭരണപക്ഷം ചെയ്യുന്നത് നോക്കിയിട്ട് തന്നെ വോട്ട് ചെയ്യും. ഭരണപക്ഷത്തിന് തന്നെ വോട്ട് ചെയ്യും, ഇടതുപക്ഷത്തിന് തന്നെ വോട്ട് ചെയ്യും. അവരാണ് ജനങ്ങൾക്ക് പലതും ചെയ്യുന്നത്. ഈ ശബരിമല വിഷയം ഒരു വിഷയം, ശബരിമല വെച്ചൊന്നും ഒരു വിഷയമല്ല. ശബരിമല വെച്ച് എന്തായാലും കട്ടകൂട്ടർ പിടിച്ചില്ലേ? കട്ടൂട്ടാരാ? ഇവർ തന്നെയല്ലേ കട്ടകൂട്ട്. പിന്നെ BJPന്റെ കോൺഗ്രസിന്റെ ആൾക്കാരല്ലേ കട്ടിന്. CPM ലീഡർ പത്മകുമാർ അറസ്റ്റിലാണ്. പത്മകുമാർ കട്ടണമെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്തില്ലേ? പക്ഷെ ഇപ്പോഴും ആള് പാർട്ടിന്റെ ഒരു ലീഡറായിട്ടാണ് തുടരുന്നത്. പാർട്ടിയിലുണ്ടായാലോ? CM പറഞ്ഞു ദാറ്റ് ആക്ഷൻ എടുക്കും, പക്ഷെ ഇതുവരെ ആ ലീഡറിനെ പുറത്താക്കിയിട്ടില്ല. ലീഡർ ഇപ്പോഴും പാർട്ടിയിലത്തെ ഒരു ലീഡർ. അങ്ങനെയാളുണ്ടെങ്കിൽ അയാളെ പുറത്താക്കണമെന്ന് എന്റെ അഭിപ്രായം. പാർട്ടി കളങ്കം വരുന്ന ഏത് വ്യക്തി എന്ത് ചെയ്താലും അവരപ്പോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. ആ അഭിപ്രായം തന്നെ. തെറ്റ് ചെയ്തവരാര് ആരാണെങ്കിലും പുറത്താക്കണം. കള്ളത്തരം ഏത് പാർട്ടി ആവട്ടെ ഏത് പാർട്ടി ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ ഒരു പാർട്ടി എന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ട് ഞാൻ സംസാരിക്കുന്നതല്ല. തെറ്റ് ചെയ്ത ആരായിക്കോട്ടെ അവരെ പുറത്താക്കണം, അവരെ ശിക്ഷിക്കണം. അതാണ് നിയമം. എന്നാലും BJP ഇപ്പൊ പറയുന്നത് കേരളത്തില്
ബി ജെ പി പറയുന്നത് കേരളത്തില് അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂ, ഇവിടുത്തെ യങ്സ്റ്റേഴ്സിന് ജോലി കിട്ടുന്നില്ല, അതൊരു വലിയൊരു ഇഷ്യൂ ആണ്, ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാണ്. അതിലെന്താ? അല്ല, അത് പഠിക്കുന്ന വിദ്യാർത്ഥികള്, അതായത് അവർക്കൊരു ജോലി കൊടുക്കണമല്ലോ നമ്മൾക്ക് കേരള ഗവൺമെന്റ്, അത് നിർബന്ധമല്ലേ. അത് തീർച്ചയായിട്ടും ഒരു മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് ഒരു ജോലി കൊടുക്കണം. അത് സത്യം. വലിയൊരു പ്രശ്നമല്ലേ എങ്ങനെ? ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയല്ലേ ഇപ്പൊ? അതൊരു പ്രശ്നമാണ്. എത്രയോ വിദ്യാർത്ഥികളുണ്ട് നമ്മളെ കേരളത്തിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. അതെന്തുകൊണ്ട്? നമ്മളെ കേരളത്തിൽ ജോലി ഇല്ലാത്തതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകണ്ടല്ലോ. അപ്പോൾ നമ്മളെ കേരള ഗവൺമെന്റ് പഠിച്ച വിദ്യാർത്ഥികൾക്ക്, ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഒരു ജോലി കൊടുക്കുക, സാധാരണ ഒരു ജോലി. അത് നിർബന്ധമല്ലേ. സാധാരണക്കാരനുണ്ടാവും, വലിയ പഠിച്ചവരുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അത് കേരള ഗവൺമെന്റ് ഒരു ജോലി കൊടുക്കണം. അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. വേണം ഇപ്പോൾ പൈസ മുടക്കി, ചില രക്ഷിതാക്കന്മാർ പൈസ മുടക്കി ഇതാക്കി പഠിപ്പിച്ച് ആ കുട്ടിക്കൊരു ജോലിയില്ല എന്ന് പറയുമ്പോൾ ആ രക്ഷിതാക്കന്മാർക്കൊരു വിഷമം തന്നെയല്ലേ. എന്നിട്ട് പിന്നെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. അതെന്തിനു വേണ്ടി? നമ്മളെ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ. അപ്പോൾ എന്തുകൊണ്ട് പോകാൻ ഇതാക്കുന്നത്? നമ്മളെ കേരളത്തിൽ കൊടുത്തൂടേന്ന്. Well, that is the emotion here. Few believe that Sabrimala issue could be a talking point during election. Others believe that those who are responsible behind this theft should be punished irrespective of the party. Unemployment issue, which BJP keeps saying that is a big issue in the state, that also is being talked about by people here. So that is something that people are discussing. The CPM cadre remain confident while the opposition remains hopeful. Well, we heard what people in Pinarayi and Kannur was talking about the CPM party and what are their expectations from the elections. Now, we'll also take in a word from you, sir. We had gone to Pinarayi, we spoke to the people there, and all of them were saying that they want their chief minister back, Pinarayi Vijayan back, and they're hoping that CPM wins a third term. How is the election prep going at CPM side, and how do you see this response coming in from people? See, during the last 10 years, Pinarayi government, the state government headed by the Chief Minister, Comrade Pinarayi Vijayan, is performing such a marvelous way that resultant in such kind of opinions among the people. Because you can see the unparalleled welfare measures that the state government had undertaken, and the development, including the infrastructure development and other various commencement of various institutions in the state. And also the government is trying to lead the state at a newer stage by elevating extreme poverty in the state and also providing 5 lakh houses to the homeless. And overall development of the state, people are going to evaluate and they are going to judge how the government is functioning, and accordingly, of course, the people are going to support the left government in Kerala once again. Do you think this year, when opposition and BJP, they are making Sabrimala issue a big issue for this upcoming election, do you think that is going to play a spoil sport in any manner for CPM? See, how can the CPM be responsible for that? Because the state government is taking stringent actions against the culprits. Even many people are involved and all are being grilled, all are being taken into custody, and the investigation is going on under the leadership of the High Court itself, and we are not responsible for any of those things. In fact, it is because of the LDF government in Kerala, the Pinarayi government in Kerala, such stringent action has been taken up, and people are well aware of that, and this is not going to affect in any electoral prospects of the left front government in Kerala. You're very hopeful that you will make a hat trick this year by making a historic win? Yeah, why not? Because that is what I was saying.
you can see, you can witness the development that has been taken place in the state of Kerala, the welfare measures, unparalleled welfare measures that has been unleashed here. And people are well aware of that. And moreover, the district of Kannur district, this is this, the CPM base is so strong here, very strong because of the historical factor, because this is the place where farmers' struggle has been unleashed. This is the place where the struggle against imperialism and landlordism has been unleashed, and many martyrs, many people have become martyr in those struggle, and that because of that historical factor, the Kannur district has become the bastion, the stronghold of CPIM, and that is why, of course, we are going to win almost every constituencies in the. 1st of March is when state government will be handing over keys to about 178 houses to the victims who lost their homes in Wayanad landslide. Now, questions are being raised about the timing of this, because they're saying it's election time. These 2 years, government couldn't fulfill the promises. But now when it's election time, finally they're handing over the keys. How do you see that? Ridiculous. Their argument is sheer ridiculous. Because you cannot construct a home just before thinking that, okay, if election is coming, so that we can construct a home and hand over those homes to homeless, to the victims. It was planned long back. And of course, the houses are being constructed, and some portion are completed, and we are handing over the keys to the victims. But at the same time, the Congress that had promised for 1,000 houses, their initial promise was 1,000 houses, and now that has been reduced into 100. That also, they are simply showing before the people that they had taken the land and they are laying the stones. See how ridiculous it is. Because they are doing that. They are just to eyewash the people. They are just saying that they are going to construct the house, and that is why they are laying the stone for the houses. That is only a sheer drama. At the same time, so far as the government is concerned, we have constructed the houses and that is handing over. How can it be drama? Theirs is drama. It is not the government's decision to hand over the houses to the victims. It is this is not the drama, that is the drama. I'm being joined by a very senior Congress leader from Kannur, specifically from Pinarayi, which is also the Chief Minister's hometown. So you are somebody who has contested against Chief Minister Pinarayi Vijayan from his constituency, that is Dharmadam. Now elections are upcoming. How do you see, because Kannur is a place which is a very stronghold of CPM. So Congress winning there, how do you see, are you confident that Congress will come, or how do you see this? Okay. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും ഉണ്ടാവും. അതിന്റെ കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ, അവരെക്കുറിച്ച് സാധാരണ ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ തന്നെ അതൃപ്തി ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു ആന്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇവിടെ, പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ട എന്ന് പറയുന്ന ഈ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികളുടെ ഇടയിൽ തന്നെ ഈ പിണറായി വിജയന്റെ ഈ ഭരണത്തെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായമാണ് ഇവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ UDF കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി പുതിയ കുറച്ച് സീറ്റ് കൂടി കണ്ണൂരിൽ നിന്നും നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. The big question, can Kannur surprise, or will it once again reaffirm its red loyalty? Bureau Report, Times Now.